വിചാരിക്കാതെ പെട്ടെന്ന് കിട്ടിയൊരു ഓട്ടത്തിലേക്കാണ് ഞാൻ ഈ പോകുന്നത്. ജോലിയില്ലാതെ വീട്ടിലിരുന്ന് എനിക്ക് ഈ കിട്ടിയത് വലിയൊരു പുണ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തി. രാവിലെ എണീറ്റപ്പോഴേ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോവേണ്ട ഓട്ടമായതുകൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ RCCയിലേക്കാണ്. അധികം പ്രായമൊന്നും ഇല്ലാത്ത ഒരു ചേട്ടനെ കൊണ്ടാണ് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത്. ചേട്ടന്റെ കൂടെ താങ്ങായിട്ട് ആ ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചി എന്ന് പറയുമ്പോൾ ചേട്ടന്റെ വൈഫാണ്. അവർ രണ്ടുപേരും എന്നെ ഒരു ഡ്രൈവറായിട്ട് മാത്രമല്ല കണ്ടത്, സ്വന്തം സഹോദരനെ പോലെയായിരുന്നു. ഇടയ്ക്ക് ഞങ്ങള് RCCന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി, ചെറിയൊരു പേപ്പർ വർക്കിനായിട്ട്. അവിടെ വെച്ചാണ് ചേട്ടനുമായിട്ട് ഞാൻ നല്ല കമ്പനിയാവും. ആദ്യമായിട്ടാണ് ഞാൻ അവരെ കാണുന്നതെങ്കിലും ആ ചേട്ടനും ഞാനുമായിട്ട് നല്ല കമ്പനിയായി. ഞങ്ങൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം ജോലി സ്ഥലത്തെ കാര്യങ്ങളും പഴയ ഫോട്ടോകളൊക്കെ കാണിച്ച് പുള്ളിക്കാരൻ നല്ലൊരു ഹാപ്പി ആയിട്ടായിരുന്നു ഇരുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് നല്ല കണക്ഷൻ ആവും. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് RCCയിലേക്ക് വന്നു. ഇത് കാണുന്ന ചിലർക്കെങ്കിലും തോന്നും അവരെ എന്താ കാണിക്കാത്തതെന്ന്. എനിക്കതിന് കഴിയില്ല. കാരണം ആ ചേച്ചി ആ ചേട്ടനെ നോക്കുന്നത് ഒരു കുഞ്ഞിനെ പോലെയാണ്. അവരുടെ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷവും ചെറിയ ദുഃഖവും തോന്നി. ഇന്നത്തെ കാലത്ത് പലരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ആ ചേച്ചിക്ക് ചേട്ടനോടുള്ള കരുതലും സ്നേഹവും. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഒരു തലകറക്കം ഉണ്ടായി. രാവിലത്തെ ഫുഡ് കഴിക്കാത്തതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കയറി. എനിക്ക് കഴിക്കാൻ അധികം തോന്നിയില്ല, ഒട്ടും വയ്യാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു. ഒരിക്കൽ ഞാൻ അവരെ കാണിക്കും, അന്ന് ചേട്ടന്റെ രോഗമൊക്കെ മാറി പഴയതുപോലെയാവും എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവരെ വീട്ടിലെത്തിച്ചു.